നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപ്പൂപ്പനെ കൊന്ന കൊച്ചുമകൾ എത്തി നിൽക്കുന്നത് വല്ലാത്തൊരു മാനസിക അവസ്ഥയിൽ തന്നെയാണ്. പഠിച്ച കള്ളി എന്ന പ്രായപൂർത്തിയാകാത്ത ഈ പെൺകുട്ടിയെ വിളിക്കാമോ എന്ന ചോദ്യം ഉയരുമ്പോഴും അതിനേക്കാൾ വലിയ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്നാണ് സത്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം 13 വയസ്സുകാരിയുടെ ഒരു ബുദ്ധിയല്ല അത്, അല്ലെങ്കിൽ ഒരു 13 വയസ്സുകാരി ചിന്തിക്കുന്ന തലത്തിലല്ല ഈ പെൺകുട്ടി ചിന്തിച്ചിരിക്കുന്നത്. മൊബൈൽ ഫോണിന് വേണ്ടി കൊട്ടേഷൻ കൊടുക്കണമെങ്കിൽ എന്ത് തരത്തിലുള്ള ചിന്തയായിരുന്നു അവിടെ നടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, ഈ കുട്ടിയുടെ അച്ഛൻ പിണങ്ങിപ്പോവുകയും വിവാഹമോചനം നേടുകയും കുട്ടിയുടെ അമ്മ മറ്റൊരു വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിലാണ് ഈ കുഞ്ഞിന്റെ അമ്മ രണ്ടാമതും ഗർഭിണിയായത്. അങ്ങനെയാണ് പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് പോയത്. ഈ അപ്പൂപ്പൻ മരിച്ചോ ഇല്ലയോ എന്നറിയാൻ വീട്ടിലേക്ക് എത്തിയത് ഒരു കെട്ട് പലഹാര പൊതികളുമായിട്ടാണ് ഈ കുട്ടി എത്തിയത്. അപ്പോൾ ഈ കുട്ടി മാനസികമായി ഇതിനു മുമ്പും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഈ കുട്ടിയുടെ ചുറ്റുപാട് എങ്ങനെയാണ്, ഈ കുട്ടി വളർന്നു വന്ന സാഹചര്യം, ഇവയെല്ലാം തന്നെ പരിശോധിക്കേണ്ട ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ വരവിൽ സമീപത്തെ കടയിൽ കയറി പലഹാരം വാങ്ങിയിരുന്നു. 16 രാത്രിയാണ് 2 ചെറിയ കുട്ടികൾക്കൊപ്പം പെൺകുട്ടി കടയിലെത്തിയത്. സാധാരണ കടയിലേക്ക് കയറുന്നതാണ്, പക്ഷെ അവർ പുറത്തു നിന്നു മറ്റേ കുട്ടികളെ അകത്തേക്ക് വിട്ടു. ആ ദിവസങ്ങളിൽ അവൾ താമസിച്ചിരുന്ന സുഹൃത്തിന്റെ വീട്ടിലോ സമീപത്തോ ഉള്ള കുട്ടികളാകും അത്. 3 പാക്കറ്റ് പൊട്ടറ്റോ ചിപ്സ് വാങ്ങിച്ചു. വീട്ടിൽ പോയി തിരിച്ചു വരും വഴി വീണ്ടും കടയിൽ കയറി 2 പാക്കറ്റ് ചിപ്സ് കൂടി വാങ്ങിച്ചു. അപ്പോൾ പെൺകുട്ടി കടയിലേക്ക് കയറിയില്ല. എനിക്ക് മുഖം തന്നതുമില്ല എന്ന് കടയുടമ പറയുകയാണ്. വാടക വീട്ടിൽ താമസിച്ചിരുന്ന 65-കാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൈകാലുകൾ കെട്ടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പിറ്റേ ദിവസം മുത്തച്ഛൻ വീട് തുറക്കുന്നില്ലെന്ന് പെൺകുട്ടി തന്നെയാണ് വന്നു പറഞ്ഞത്. അപ്പോൾ സഹായത്തിനായി സമീപത്തെ SNDP യോഗം ഭാരവാഹികളുടെ ഫോൺ നമ്പർ നൽകണമെന്നും പറഞ്ഞ് പെൺകുട്ടിയുടെ മുത്തശ്ശി തന്നെ വിളിച്ചിരുന്നുവെന്നും കടയുടമ പറഞ്ഞു. ഭാരവാഹിയായ ജോഷിലാലിനെ ഞാൻ തന്നെയാണ് വിളിച്ച് വിവരം പറഞ്ഞത്. പിന്നാലെ വീട്ടിലേക്ക് പോയി. മുത്തച്ഛൻ മദ്യപിച്ച് കിടക്കുന്നതിനാലാണ് വാതിൽ തുറക്കാത്തതെന്ന് കരുതിയിരിക്കാമെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അല്പം കഴിഞ്ഞപ്പോൾ അവൾ സ്കൂൾ യൂണിഫോം ധരിച്ച് സ്കൂളിൽ പോകാനും ഇറങ്ങി. ഓണപരീക്ഷയാണ്, നിർബന്ധമായും പോകണമെന്ന് പറഞ്ഞു. മുത്തച്ഛൻ മരിച്ചു കിടക്കുമ്പോഴാണോ സ്കൂളിൽ പോകുന്നത് എന്നും ചോദിച്ച് ഞാൻ അവളെ വിലക്കി, കടയുടമയായ സ്ത്രീ പറഞ്ഞു. അതേസമയം കരുവാറ്റയിലെ കൊലപാതകത്തിൽ ഞെട്ടിയിരിക്കുന്നത് പരവൂർ കൊച്ചാലമൂട് ലക്ഷം വീടിന് സമീപത്തെ താമസക്കാരാണ്. ബന്ധുവായ കൗമാരക്കാരി പിതാവിനൊപ്പം പരവൂരിൽ കല്ലുംകുന്നിൽ താമസിക്കുമ്പോഴാണ് പ്രതികളായ കൗമാരക്കാരെ പരിചയപ്പെടുന്നത്. കുടുംബം വിലക്കിയിട്ടും ഇവരുമായിട്ടുള്ള സൗഹൃദം തുടർന്നിരുന്നു. ആലപ്പുഴയിലേക്ക് മാറിയതിനു ശേഷവും ബന്ധം തുടർന്നതായാണ് വിവരം. പിതാവിന്റെ അമ്മ മരിച്ചതോടുകൂടി കുട്ടി കല്ലുംകുന്നിലെ വീട്ടിലേക്ക് വരുന്നത് കുറഞ്ഞിരുന്നു. പ്രതികളായ കൗമാരക്കാർ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ നേരിട്ടത് ഒരു ഭാവവ്യത്യാസമില്ലാതെയാണ് എന്നാണ് വിവരം. എന്നാൽ സ്വന്തം മകൾ കൊലപാതകം ചെയ്യില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച അമ്മമാർ പോലീസ് തെളിവുകൾ നിരത്തിയതോടുകൂടി കരച്ചിലും അലമുറയുമായി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടിയാണ് ആലപ്പുഴ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പരവൂരിലെത്തിയത്. പോലീസിന്റെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം മൂവരും നൽകി. രാത്രി സഞ്ചാരങ്ങൾ പതിവായതിനാൽ ഇവർ കൃത്യമായി വീട്ടിലെത്തുന്നുണ്ടോ എന്ന് വീട്ടുകാർ ശരിയായി നിരീക്ഷിച്ചിരുന്നില്ല. സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്നവരാണ് 3 പ്രതികളുടെയും കുടുംബം. 10, +1, +2 എന്നിങ്ങനെയാണ് മൂവരുടെയും വിദ്യാഭ്യാസ യോഗ്യത. ഒരുമിച്ച് പഠിച്ചിട്ടില്ലാത്ത ഇവർ പ്രദേശത്ത് മറ്റ് വിദ്യാർത്ഥികൾക്കൊപ്പം സംഘം ചേർന്നതും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും കായൽ വാരങ്ങളിലും തമ്പടിക്കുന്നതും സംശയമുണ്ടാക്കിയിട്ടുണ്ടെന്നും നാട്ടുകാരിൽ പലരും വെളിപ്പെടുത്തി. സംഘത്തിന് ദുരൂഹത നിറഞ്ഞ കൂടിക്കാഴ്ചകളിൽ ലഹരി ഉപയോഗവും വിൽപ്പനയും നടക്കുന്നതായും നാട്ടുകാർ സംശയിച്ചിരുന്നു. ധാരാളം പണം ഇവർ ചെലവഴിക്കുന്നുവെന്നും സംസാരവും നാട്ടുകാർക്കിടയിലുണ്ട്. കൊലപാതകത്തിന് ശേഷം കവർച്ച നടത്തിയ സ്വർണത്തിന്റെ ചെറിയ ഭാഗം വിൽപ്പന നടത്താൻ സംഘത്തിലെ പ്രായപൂർത്തിയായ മോഷണക്കേസ് പ്രതിക്കാണ് കൈമാറിയത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത ആലപ്പുഴ പോലീസ് ഇന്നലെ തെളിവെടുപ്പിന് ഈ കല്ലുംകുന്നിൽ പോയിരുന്നു. മുത്തച്ഛൻ തന്നെ ബാറ്റച്ച് ചെയ്തു എന്നാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് പെൺകുട്ടി ചോദ്യം ചെയ്യലിൽ നിന്ന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ വാദം പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. കുടുംബപരമായ പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടിയുടെ മുൻകാല പശ്ചാത്തലങ്ങളും മുൻപ് ഈ കുട്ടിയെ കാണാതായ സംഭവങ്ങളും പോലീസ് വിശദമായി തന്നെ പരിശോധിച്ച് വരികയാണ്. 13-കാരി തുടക്കത്തിൽ പോലീസിന് മുന്നിൽ ഒന്നു തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ പിന്നീട് പോലീസ് കണ്ടെത്തിയ ഡിജിറ്റൽ തെളിവുകളും മറ്റ് ശാസ്ത്രീയ തെളിവുകളും മുൻനിർത്തി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കുറ്റകൃത്യത്തിന്റെ ചുരുള് അഴിഞ്ഞത്.